ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അടുത്തുള്ള ബെൽ ബട്ടണിൽ, എങ്കിൽ അടുത്തുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തായ കാണാൻ നല്ല ചേലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കേൾക്കുന്നത് നമ്മൾ ആ സ്പോട്ടിലെടുത്ത് കളയുന്നു. അതുപോലെ ഒരു ഇഷ്യൂസാണ് നമ്മൾ ഇന്ന് ഈ മൊബൈൽ വഴി ഉണ്ടാവാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഒരു പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഒരുപാട് നമ്മൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലൂടെ ആയാലും ഇൻസ്റ്റഗ്രാമിലൂടെ ആയാലും അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്ക് കിട്ടാറുണ്ട്. പേഴ്സണൽ ലോണ് എടുക്കാനും എടുക്കാതിരിക്കാനും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള മെസ്സേജുകൾ കിട്ടാറുണ്ട്. നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ ആ ഒരു വീഡിയോ കാണുന്നു, പിന്നെ നമ്മൾ കളയുന്നു, പിന്നെ നമ്മൾ നമ്മളേതായ രീതിയിൽ പോകുന്നു. ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നാലും എല്ലാവരും കാണും, പിന്നെ വീണ്ടും നമ്മൾ എടുക്കും. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേരിങ്ങനെ ചെയ്യുന്നവരാണ്. പറഞ്ഞു വന്നത് ഒരു പേഴ്സണൽ ലോണുമാണ്. പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പേഴ്സണൽ ലോണുകൾ കാണും. അതിലൊരു പേഴ്സണൽ ലോണ് ഈ അടുത്തിടെ എടുത്തിട്ട് നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും വിവരം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ആയാലും ശരിയാണ്, നമുക്കൊരു അത്യാവശ്യ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയൊന്നും നോക്കാറില്ല. നമുക്ക് നമ്മളുടെ ആവശ്യം നടന്നു കിട്ടണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പേഴ്സണൽ ലോണിൻ്റെ ആപ്പ് എടുത്തു, ഫുള്ള് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ തന്നെ എല്ലാ പെർമിഷൻസും ഓൺ ആക്കി കൊടുത്തു. ഒന്നും വായിച്ച് നോക്കിയിട്ടില്ല, എല്ലാം ഓൺ ആക്കി കൊടുത്ത്. പിന്നെ സെൽഫി എടുത്ത് ആ ഒരു പ്രോസസ്സുണ്ട്, അതെല്ലാം ചെയ്തു. ഓക്കെ. അപ്പോൾ എന്താ ചെയ്തത്, ഇതെല്ലാം ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോസസ്സ് കാണിച്ച് 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഒരു റിപ്ലൈ എന്താണെന്നുള്ള പ്രോസസ്സ് മാത്രമേ കാണിച്ചുള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. കൊള്ളത്തില്ല എന്ന് വിചാരിച്ചു, അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. രാവിലെ ചെയ്തു, പക്ഷേ സംഭവം പ്രോസസ്സായി വൈകിട്ട് ആയപ്പോഴത്തേനും, ടൈം ഓർമ്മയില്ല, വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ അക്കൗണ്ടിലോട്ടൊരു എമൗണ്ട് വന്നു, ക്രെഡിറ്റ് ആയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് വിചാരിച്ചു, ഓ ഈ പൈസ എവിടെന്നാ, അപ്പോഴേ ഈ മൈൻഡൊന്നും പോയില്ലല്ലോ. അത് കഴിഞ്ഞ് ക്യാഷ് ക്രെഡിറ്റായി മെസ്സേജിൽ വന്നേക്കുന്നതെന്ന് വെച്ചാൽ 7 ഡേയ്സിനകത്ത് ഈ എമൗണ്ട് അടയ്ക്കണം. അപ്പോഴത്തേക്കും മനസ്സിലായി ഇത് ഏതിൽ നിന്നാണ് ഇത് വന്നത് എന്നൊക്കെ. പിന്നെ ആ ആപ്പ് വീണ്ടും ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് അതിൽ മെസ്സേജ് കിടക്കുന്ന 7 ഡേയ്സിനകത്ത് അടയ്ക്കണം എന്നും പറഞ്ഞ് മെസ്സേജ് കിടക്കുന്നു. ഓ 7 ഡേയ്സ് അല്ല, ഓക്കെ. ആ ക്യാഷ് എടുത്തു ഇതാക്കി. അത് കഴിഞ്ഞാണ് പിന്നെ ഈ 7 ഡേയ്സിനകത്ത് അടച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ക്യാഷ് എടുത്തു ചിലവാക്കി. 6 ഡേയ്സ് ആയപ്പോഴേക്കും വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നു. വാട്സപ്പിൽ മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ 1 മണിക്കൂറിനകത്ത് അടയ്ക്കണം, അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ സെൽഫി എടുത്ത പിക്ചറും പാൻ കാർഡും ഒക്കെ തിരിച്ചയച്ചു തന്നിട്ട് പറഞ്ഞു, ഇതേപോലെ ന്യൂഡായിട്ടൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്യും, 1 മണിക്കൂറിനകത്ത് ആക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നു, പക്ഷേ അത് എനിക്കാണ് വന്നെങ്കിലും എന്താവുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് ടെൻഷൻസും ഒക്കെ കയറി. മെസ്സേജ് അയച്ചു, ഈ പൈസ അറേഞ്ച് ചെയ്ത് അവരയച്ചു കൊടുത്തു. അവർക്ക് അയച്ചു, അവരത് അക്സെപ്റ്റ് ചെയ്തു. അത് ഫസ്റ്റ് ലോണായിരുന്നു, അക്സെപ്റ്റ് ചെയ്ത് അത് വാങ്ങിക്കഴിഞ്ഞു. താങ്ക് യു ഒക്കെ പറഞ്ഞ് അവർ പോയി. ഏതാണ്ട് ഒരു 2-3 മണിക്കൂറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അടുത്ത എമൗണ്ട് ക്രെഡിറ്റ് ആയി. അപ്പം ആ ക്രെഡിറ്റായി വന്നപ്പോൾ വീണ്ടും ഇതേപോലെ മെസ്സേജ് അയച്ചു, അതിൻ്റെ പകുതി എമൗണ്ട് തിരിച്ചയച്ചു കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോ ഇതുപോലെ ചെയ്ത് നിങ്ങളെ റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ കയറി, ആകെ ഇതായി, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരിത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സിറ്റുവേഷൻ സമയത്ത് ഇപ്പം ഞാനിങ്ങനെ ഇന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ആ രീതിക്കാണ് അവർ അയക്കുന്നതും. ആ മെസ്സേജ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അറിയാം, നമ്മൾ മെസ്സേജ് വായിക്കുമ്പോൾ പിന്നെ നമുക്ക് ജീവിതം ഇല്ല എന്നുള്ള ഇത് തന്നെ വരും. അപ്പം അത് ഗേൾസിന് മാത്രമല്ല, ബോയ്സിൻ്റെ ഇടയിലും ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പേഴ്സണൽ ലോൺ പോലെയുള്ള മൊബൈൽ ആപ്പിൽ നിന്ന് ഒരു ലോണിനോ അല്ലെങ്കിൽ എന്തൊരു ഇപ്പം നമ്മൾ ഓഫർ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വരും, അതൊന്ന് അറ്റൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ ഫോണിന് ഫുള്ള് അവർ ഹാക്ക് ചെയ്തു. പിന്നെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരെയൊക്കെയാണോ വിളിക്കുന്നത്
ആ നമ്പർ അവർക്ക് കിട്ടും. നമ്മൾ ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് അവരെ നമ്പർ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ അവരെ കയ്യിൽ ഹാക്കാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മൾ അടുത്ത് വന്നപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ആഴം മനസ്സിലായത്. ഇപ്പം ഇന്ന് ഞാനിങ്ങനെ പറയുന്നു, നാളെ എനിക്കത് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ 1-2 പേരെടുത്ത് പറയുമ്പോൾ അതങ്ങ് ഇതാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ എത്ര ഇട്ടാലും നമ്മളത് കേൾക്കാൻ പോലും നിൽക്കത്തില്ല. അപ്പം എന്താ പറയുക, എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിന്ന് ഓരോ ആപ്പുകളും ഫോൺ ഉപയോഗിക്കുക. ആപ്പെന്നല്ല, ഫോണിൽ എന്ത് മെസ്സേജുകൾ വന്നാൽ കൂടി എടുക്കുമ്പോൾ സൂക്ഷിക്കുക, പേടിക്കാതിരിക്കുക. ഇപ്പം ഞാനിങ്ങനെ പറയണേ നാളെ എനിക്ക് വന്നാലും ഇതിപ്പോൾ ഞാനായാലും ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോകും. അപ്പോഴേ അറ്റാക്ക് വന്ന് തീരും. ആ രീതിയാണ്. അപ്പം വേറൊരാൾക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കുക. പിന്നെ ആരെന്ത് ആപ്പ് എടുത്താലും ഇതുപോലത്തെ ലോണുകളും കാര്യങ്ങളും ആയിട്ട് എടുത്താലും ഇപ്പം കൂടുതൽ എടുക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ ഫാമിലിയിലുള്ള പേഴ്സണലായിട്ടുള്ള ആരെങ്കിലും അറിയിച്ചിരിക്കണം. ഒന്ന് അമ്മ, അച്ഛൻ, അങ്ങനെ അടുത്ത ഹസ്ബൻഡ്, അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അങ്ങനെ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ. എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വായിച്ച് നോക്കത്തില്ല. നമ്മളുടെ ആവശ്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് കൊടുക്കും. പക്ഷേ നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർ ഒരുപാട് കുറ്റം പറയും. നീ പഠിച്ചവളല്ലേ, നിനക്ക് അത് നോക്കിക്കൂടെ, എടുത്തോടെ. നമ്മളതൊന്നും നോക്കില്ല. ഓക്കെ, നമുക്ക് കുഴപ്പം കാണൂല എന്ന് കരുതി നമ്മൾ എടുക്കും. എടുത്ത ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇതെടുത്ത് പെട്ടവരാണ് ഇപ്പം ആ ഒരു ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും സ്റ്റിൽ ഇപ്പോൾ നിൽക്കുന്നവരാണെങ്കിലും നമ്മളത് ചിന്തിക്കുക. അടുത്ത് നിൽക്കുന്നവർ നമ്മളെ ചതിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതേപോലെ അല്ലല്ലോ ഇവിടെയോ കിടക്കുന്ന ആൾ എന്തോ ആ നമ്പർ നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുന്ന നമ്പർ ഇത് കഴിയുമ്പോൾ അവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് മരിക്കാൻ നിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. എനിക്കിങ്ങനെ ഒരു ഇത് പറയണമെന്ന് തോന്നി പറഞ്ഞു. അപ്പം പിന്നെ ഈ ആപ്പ് ഏത് ആപ്പാണെന്ന് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഒരു എക്സാമ്പിൾ മാത്രമാണ് ആ ആപ്പ് എന്ന് പറയുന്നത്. എല്ലാ ആപ്പിലും ഇത്തരം തട്ടിപ്പുകളുണ്ട്, എല്ലാം സൂക്ഷിക്കണം. ഗേൾസ് മാത്രമല്ല, ബോയ്സിനും ഇത്തരം തട്ടിപ്പുകൾ അവർ വേണ്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മൾ അത്തരത്തിലുള്ള രീതിയിലാണ് അവർ മെസ്സേജുകൾ തരണത്. അപ്പം ഗേൾസ് ആയാലും ബോയ്സ് ആയാലും 2-3 പേര് നമ്മളെ ഈ അടുത്ത് തന്നെ മൊബൈൽ വഴി ക്യാഷ് എടുത്തു എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്ത 2-3 പേര് ഇപ്പം ന്യൂസിലൊക്കെ ഇപ്പോൾ കേട്ടായിരുന്നു. പക്ഷെ എത്ര കേട്ടാലും നമ്മൾ പഠിക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.